പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തിരുവചനത്തിൽ അന്ധരായ മാർഗദർശികൾക്കെതിരായി കലഹിക്കുന്ന കർത്താവിനെ നമ്മൾ കാണുന്നുണ്ട്. നേർവഴി കാട്ടാനായിട്ട് നിയോഗമുണ്ടായിരുന്ന മനുഷ്യർ അവരെ അന്ധകാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത് കാണുമ്പോൾ പ്രകാശം തന്നെയായ കർത്താവ് അവരോട് കലഹിക്കുക സ്വാഭാവികമാണല്ലോ. ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ വിശുദ്ധ പൗലോസ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിനാൽ ഞങ്ങൾ വചനം മുഖേനയോ കത്ത് മുഖേനയോ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുവൻ. പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള നന്മയുടെ വചനങ്ങൾ, നന്മയുടെ വഴികൾ, പ്രകാശത്തിൻ്റെ വചനങ്ങൾ മനുഷ്യരുടെ ജീവിതം മാറ്റുമെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന ഒരു വിശുദ്ധൻ്റെ തിരുനാൾ നമ്മൾ ഇന്ന് ആഘോഷിക്കുകയാണ്. ഈ പിയറിസ്റ്റ് ഫാദേഴ്സിൻ്റെയൊക്കെ മധ്യസ്ഥനായിട്ടുള്ള ഫൗണ്ടറായിട്ടുള്ള സെയിൻറ്റ് ജോസഫ് കലാസാൻസ് യൂറോപ്പ് അവിടെയുള്ള നഗരങ്ങളിലെല്ലാം ആദ്യമായിട്ട് സൗജന്യ വിദ്യാഭ്യാസം മക്കൾക്ക് നൽകിയ ഒരാൾ. ഉള്ളിലേക്കിങ്ങനെ വചനത്തിൻ്റെ വെളിച്ചം പ്രഘോഷിക്കാനായിട്ട്, നിറച്ചു കൊടുക്കാനായിട്ട് വിദ്യാഭ്യാസം എന്നുള്ള ആ ഒരു വഴി ഉപയോഗിച്ച ഒരാൾ. കത്തോലിക്ക സഭയുടെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ മുഴുവൻ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും മധ്യസ്ഥനായിട്ട് അദ്ദേഹം ഇങ്ങനെ അറിയപ്പെടുന്നുണ്ട്. ഗലീലി എന്ന് പറയുന്ന ആ ഒരു ശാസ്ത്രജ്ഞൻ്റെയൊക്കെ അടുത്ത കൂട്ടുകാരനായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആലോചിച്ചാൽ മതി, അദ്ദേഹം ഇങ്ങനെ ആത്മീയവും ബൗദ്ധികവുമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടി ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി എത്രമാത്രം നിശ്ചയദാർഢ്യവും തീക്ഷ്ണതയും പ്രദർശിപ്പിച്ചിരുന്നുവെന്ന്. അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘദർശനം ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തെ മാറ്റിമറിച്ചുവെന്ന്. കത്തോലിക്ക സഭയിലെ തന്നെ ഇങ്ങനെ ശാസ്ത്രത്തോടുണ്ടായിരുന്ന ഒരു എതിർപ്പിനെയൊക്കെ ഒരു പരിധിവരെയൊക്കെ ഒന്ന് മാറ്റിക്കളയാനായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു മനോഭാവമൊക്കെ കാരണമായി തീർന്നിട്ടുണ്ട്. ഇത്രയ്ക്കും വലിയ പ്രശസ്തരായ ശാസ്ത്രജ്ഞന്മാരോടൊക്കെ ഒന്നു ചേർന്ന് അദ്ദേഹം പ്രവർത്തിക്കുമ്പോഴും മക്കളുടെ ഉള്ളിലേക്ക്, മനുഷ്യരുടെ ഉള്ളിലേക്ക് ആത്മീയതയുടെ നിറവ് അത് ഒന്ന് ചേർത്ത് വയ്ക്കാനായിട്ടുള്ള വലിയ ഗൗരവത്തോടു കൂടെയിട്ടുള്ള ഒരു ഓർമ്മയുണ്ടായിരുന്നു അദ്ദേഹത്തിന്. തീർച്ചയായിട്ടും അതിന് അദ്ദേഹം അങ്ങനെ എപ്പോഴും ബദ്ധശ്രദ്ധനായിരുന്നു എന്നുള്ളതാണ് കാര്യം. വിദ്യാഭ്യാസത്തിലൂടെ കുഞ്ഞുങ്ങളെയും അതുവഴി വീടിനെയും അതുവഴി ഒരു നാടിനെയും ഒക്കെ മാറ്റിമറിക്കാനായിട്ട് കർത്താവ് നിയോഗിച്ച ഒരു വിശുദ്ധൻ. ആത്മാവിൻ്റെ നിറവിൽ മാത്രം മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്ന ചില പ്രകാശം നിറഞ്ഞ ചില ഇടപെടലുകൾ നടത്താനായിട്ട് സ്വർഗം നിയോഗിച്ച ഒരു വിശുദ്ധൻ. ഇന്ന് അദ്ദേഹത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ അന്ധരായ മാർഗദർശികൾ, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതുപോലെ ജീവിതം കൊണ്ട് വെളിച്ചം നൽകി തന്നെ ഏൽപ്പിച്ചിരിക്കുന്നവരിലേക്ക് ബൗദ്ധികവും ആത്മീയവുമായ തെളിച്ചം കൊടുത്ത് മനുഷ്യരെ ഇങ്ങനെ ക്രിസ്തുവിന് വേണ്ടിയും വരുന്ന ഭാവിയിൽ ഇങ്ങനെ വെളിച്ചങ്ങളായിട്ട് നിൽക്കാനായിട്ടുള്ള ശക്തി കൊടുക്കാൻ വേണ്ടിയും നിലകൊണ്ട ഒരു വിശുദ്ധൻ്റെ തിരുനാളിൽ ഈ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അന്ധരായ മാർഗദർശികളെ ആർക്കാണ് നമ്മൾ വെട്ടം കൊടുത്തേക്കണേ? ആരെയാണ് നമ്മൾ ക്രിസ്തുവിലേക്ക് കൂട്ടിക്കൊണ്ടുപോയേക്കണേ? വെളിച്ചം കൊടുത്ത് അവരുടെ ജീവിതത്തെ കുറച്ച് മാറ്റം വരുത്തിയേക്കണത് എപ്പോഴാണ്? നമ്മൾ വിശുദ്ധ ജോസഫ് കലാസാൻസ് വഴിയായിട്ടൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം. ഇങ്ങനെ കർത്താവിൻ്റെ വെളിച്ചം ഉള്ളിൽ കൊടുക്കാനായിട്ടുള്ള കൃപ തരണമേ എന്ന്. ഈ സൗജന്യ വിദ്യാഭ്യാസം ഇങ്ങനെ വല്ലാതെ ബിസിനസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറേ അറിവുകൾ മാത്രം നിറച്ചു കൊടുക്കേണ്ടതാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലത്ത് അവിടേക്ക് കടന്നു ചെല്ലാനായിട്ട് പണമുള്ളവർക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്നൊക്കെയുള്ള ഇങ്ങനെ ആധാരം വരെ പണയം വെച്ച് മക്കളെ പഠിപ്പിക്കുന്നൊരു കാലത്ത് വിദ്യാഭ്യാസം സൗജന്യമായിട്ട് കൊടുക്കേണ്ടതാണെന്ന്, അത് വെറുതെ അറിവ് മാത്രമല്ല സ്വർഗത്തിലേക്കുള്ള വഴിയാണെന്ന് കാണിച്ചു തന്ന ഈ വിശുദ്ധൻ്റെ തിരുനാളിൽ നമുക്കൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം. കർത്താവെ, അങ്ങാകുന്ന വെളിച്ചത്തിലേക്ക് മാർഗദർശനം നൽകുന്ന മനുഷ്യരായി ജീവിക്കാൻ ഞങ്ങൾക്കും കൃപ തരണമേ എന്ന് വിശ്വാസത്തോടു കൂടെ ഇങ്ങനെ പിന്നാലെ വരുന്ന തലമുറയ്ക്ക് വെളിച്ചം കാട്ടേണ്ടിയിരുന്ന, വഴി കാണിച്ചു കൊടുക്കേണ്ടിയിരുന്ന ഞങ്ങൾ
അതും അപ്പസ്തോലൻ പറയണത് പോലെ വചനം മുഖേനയോ കത്ത് മുഖേനയോ പഠിപ്പിച്ചിട്ടുള്ള പാരമ്പര്യങ്ങൾ, വചനങ്ങൾ പാരമ്പര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഇടത്ത് കർത്താവെ ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ മക്കളെ വഴിതെറ്റിച്ച് കളയാനായിട്ട് ഞങ്ങളുടെ അറിവില്ലായ്മ കാരണമായിട്ടുണ്ടെന്നേ. ഞങ്ങളുടെ മനസ്സിലാക്കാതെയുള്ള പാരമ്പര്യങ്ങളെ മനസ്സിലാക്കാതെയായിട്ടുള്ള ഞങ്ങളുടെ എതിർപ്പുകൾ കാരണമായിട്ടുണ്ട്. ഉള്ളിലെ ആത്മാവിൻ്റെ ഈ തെളിച്ചം നിറയാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. വിശുദ്ധ ജോസഫ് കലാസയൻസ് വഴിയായിട്ട് നമ്മളെ ഓരോരുത്തരെയും സ്വർഗീയ വിജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം. നമ്മുടെ പഠിക്കുന്ന മക്കളിലേക്കൊക്കെ വെറുതെ അറിവ് മാത്രമല്ല, സ്വർഗത്തിൻ്റെ തെളിച്ചം, പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവുണ്ടാകാൻ വേണ്ടി കൂടി ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം. ഈശോയെ, ആത്മാവിൻ്റെ നിറവിനാൽ ഞങ്ങളെയും ഞങ്ങളുടെ വരുന്ന തലമുറകളെയും അങ്ങ് നയിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ വിശുദ്ധ ജോസഫ് കലാസയൻസ് വഴിയായി നമുക്ക് കർത്താവിൻ്റെ അനുഗ്രഹം സ്വീകരിക്കാം. സ്വർഗത്തിൻ്റെ വെളിച്ചമാകാനായിട്ടുള്ള കർത്താവിൻ്റെ ആഗ്രഹം നമ്മിൽ നിറവേറാനായി സ്വർഗീയ വിജ്ഞാനം നിറയാനായിട്ടുള്ള അപേക്ഷയോടുകൂടെ കർത്താവിൻ്റെ ആശീർവാദം, സർവ്വവിജ്ഞാനത്തിൻ്റെയും ഉറവിടമായ കർത്താവിൻ്റെ ആശീർവാദം നമുക്ക്. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം. മറന്നുപോകാതെ മക്കളിലേക്ക് അറിവ് മാത്രം പകരാനല്ല, സ്വർഗത്തിൻ്റെ വെളിച്ചം നിറച്ചു കൊടുക്കാനായിട്ടുള്ള നിയോഗത്തെ ധ്യാനിച്ചുകൊണ്ട് ഈശോയെ, അതിനായിട്ട് അങ്ങ് ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്നുള്ള തിരിച്ചറിവ് കിട്ടാനായിട്ട് അപേക്ഷിച്ചുകൊണ്ട് ഈ രാത്രിയിൽ സ്വർഗീയ വെളിച്ചത്താൽ ഞങ്ങളുടെ മനസ്സുകളെ, ബുദ്ധിയെ നിറയ്ക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.